രാജസ്ഥാനിൽ ക്രിസ്ത്യൻ പള്ളിക്ക് നേരെ ബജ്റംഗ് ദൾ ആക്രമണം. ജയ്പൂരിലെ പ്രതാപ് നഗറിലെ AG ചർച്ചിന് നേരെയാണ് ആക്രമണമുണ്ടായത്. പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെയായിരുന്നു ആക്രമണം. മലയാളിയായ പാസ്റ്റർ ബോവാസ് ഡാനിയലിന് ആക്രമണത്തിൽ പരിക്കേറ്റു. വിവരങ്ങളുമായി അബ്ദുൾ റഷീദ് ചേരുന്നുണ്ട്. റഷീദ്, ഉത്തരേന്ത്യയിൽ വ്യാപകമായി സംഘപരിവാറിൻ്റെ ആക്രമണം ന്യൂനപക്ഷങ്ങൾക്ക് നേരെ, പ്രത്യേകിച്ചും ക്രൈസ്തവ ദേവാലയങ്ങൾക്ക് നേരെ, പള്ളികൾക്ക് നേരെ ഉണ്ടാകുന്നുണ്ട്. അതിൻ്റെ ഏറ്റവും കൂടുതൽ ഉദാഹരണമാണ്. ഈ സംഭവത്തിനിടയാക്കിയത് എന്താണ്? സിജു, തീർച്ചയായും മണിപ്പൂരിന് സമാനമായിട്ടുള്ള ആക്രമണങ്ങളാണ് മറ്റു ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ഇപ്പോൾ ബജ്റംഗ് ദളും അതോടൊപ്പം RSS മുന്നോട്ട് വെക്കുന്നത്. ഇപ്പോൾ രാജസ്ഥാനിലെ ജയ്പൂരിലാണ് ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിട്ടുള്ളത്. ജയ്പൂരിലെ പ്രഭാത് നഗറിലുള്ള AG ചർച്ചിന് നേരെയാണ് ഇത്തരത്തിലൊരു ബജ്റംഗ് ദളിന്റെ ഭാഗത്തും ആക്രമണം ഉണ്ടായിരിക്കുന്നത്. ഈ പ്രാർത്ഥനാ ശുശ്രൂഷയ്ക്കിടെ നിരവധി ബജ്റംഗ് ദൾ പ്രവർത്തകർ എത്തുകയും ഈ സ്ത്രീകളെ അടക്കം ആക്രമിക്കുകയായിരുന്നു. മലയാളിയായിട്ടുള്ള പാസ്റ്റർ ബോവാസ് ഡാനിയക്ക് ഈ മർദ്ദനത്തിൽ പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് സാരമായി തന്നെ പരിക്കേറ്റുണ്ട് എന്നുള്ള ദൃശ്യങ്ങളിലടക്കം നമുക്ക് വ്യക്തമാവുകയും ചെയ്യുകയാണ്. അതോടൊപ്പം തന്നെ ഈ ആക്രമികൾ ഗർഭിണിയായ സ്ത്രീയെ അടക്കം ആക്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. മതപരിവർത്തനം ആരോപിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയും ചെയ്തിട്ടുള്ളത്. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ വ്യാപകമായിക്കൊണ്ട് ഇത്തരത്തിൽ ബജ്റംഗ് ദൾ ആക്രമണം അഴിച്ചുവിടുകയാണ്. ഛത്തീസ്ഗഡിൽ നിരവധിയായിട്ടുള്ള കേസുകളാണ് ഇതുമായി ബന്ധപ്പെട്ട ഉയർന്നു വന്നിട്ടുള്ളത്. എന്തായാലും ഈ പാസ്റ്ററിന്റെ പരാതിയിൽ ഇപ്പോൾ പോലീസ് FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ ആളുകളെ അറസ്റ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട നടപടികളിലേക്ക് ഇതുവരെ പോലീസ് കടന്നിട്ടില്ല എന്നുള്ളതാണ് വ്യക്തമാകാൻ കഴിയുന്നത്. എന്തായാലും ഇന്ന് രാവിലെയോടെയായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടാവുകയും പാസ്റ്റർക്കും ഗർഭിണിയായ സ്ത്രീകൾക്കും അടക്കം പരിക്കേൽക്കുന്ന സ്ഥിതി ഉണ്ടായിട്ടുള്ളത്. റഷീദ്, ഈ കേരളം ഒഴികെ ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങളിൽ ന്യൂനപക്ഷങ്ങൾ സുരക്ഷിതരല്ല, പ്രത്യേകിച്ചും ക്രൈസ്തവർ. വ്യാപകമായ തരത്തിൽ പല സംസ്ഥാനങ്ങളിൽ ഈ പാസ്റ്റർമാർക്ക് നേരെ, കന്യാസ്ത്രീകൾക്ക് നേരെ, ഛത്തീസ്ഗഡിലെ കന്യാസ്ത്രീകളുടെ അനുഭവം നമുക്ക് മുന്നിലുണ്ട്. ഇത്തരത്തിൽ സുരക്ഷിതമായൊരു സ്ഥലം കേരളമായി തന്നെ മാറുന്നുവെന്ന് ഓരോ സംഭവങ്ങളും തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ തന്നെയും ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മേൽ, പ്രത്യേകിച്ചും ക്രൈസ്തവ മുസ്ലിം വിഭാഗങ്ങൾക്ക് മേൽ കടുത്ത ആക്രമണം തന്നെയാണ് സംഘപരിവാറിൻ്റെയും RSSൻ്റെയും ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. അതിനെതിരെ നടപടിയെടുക്കാൻ ഇതുവരെയും കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ BJP സർക്കാരുകളോ തയ്യാറാവുന്നില്ല എന്നുള്ളതാണ് ഏറെ ദൗർഭാഗ്യകരമായി നിലനിൽക്കുകയും ചെയ്യുന്നത്. നിരവധി സംസ്ഥാനങ്ങളിലാണ് ഇത്തരത്തിലുള്ള ആക്രമണങ്ങൾ, പ്രത്യേകിച്ചും ഈ ക്രൈസ്തവ ആരാധനാലയങ്ങൾക്ക് മേലുള്ള ആക്രമണം ഒരു പതിവാകുന്ന കാഴ്ച ഉണ്ടാകുന്നത്. എന്തായാലും നടപടി സ്വീകരിക്കാൻ BJP സർക്കാരുകൾ തയ്യാറാകുന്നില്ല. ഇത് ന്യൂനപക്ഷവും അതോടൊപ്പം CBSE അടക്കമുള്ള സഭകൾ ഇതിനോടകം തന്നെ വലിയ ആരോപണങ്ങൾ ഉയർത്തുകയും ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും BJPയുടെ ഇരട്ടത്താപ്പാണ് രാജ്യത്ത് കാണാൻ സാധിക്കുന്നത്. ഏറെ പ്രധാനപ്പെട്ടത് കേരളത്തിലടക്കം ന്യൂനപക്ഷങ്ങളായിട്ടുള്ള ക്രൈസ്തവ വിഭാഗക്കാരുടെ ഒരു പിന്തുണ ലഭിക്കാൻ BJPയും സംഘപരിവാരും ശ്രമം നടത്തുമ്പോൾ അതേ നാണയത്തിൻ്റെ മറ്റൊരു ചുവടിൽ ഇത്തരത്തിൽ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വ്യാപകമായിട്ടുള്ള അക്രമം അഴിച്ചുവിടുകയാണ് BJP എന്നുള്ളതാണ്. എന്തായാലും വലിയ ആക്രമണം തന്നെയാണ് ഇപ്പോൾ രാജസ്ഥാനിൽ ഉണ്ടായിട്ടുള്ളത്. സ്ത്രീകൾക്കും പാസ്റ്റർക്കുമെതിരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ ഇപ്പോൾ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ മറ്റു തുടർ നടപടികൾ ഇതുവരെയും ആരംഭിച്ചിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അതായത് റഷീദ്, അതുതന്നെയാണ് അവിടുത്തെ ഭരണകൂടം, പോലീസ് സംവിധാനം അടക്കം ഇത്തരത്തിലുള്ള ഈ ആക്രമണത്തിന് കൂട്ടുനിൽക്കുന്നതാണ് റഷീദ് പറഞ്ഞതെന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ കേസുണ്ടായി, പരാതി നൽകിയിട്ട് FIR ഇട്ടും തുടർ നടപടികൾ ഉണ്ടായിട്ടില്ല. സംഘപരിവാറുകാർ, ബജ്റംഗ് ദൾക്കാരാണ് പ്രതികൾ എന്നതുകൊണ്ട് തന്നെ ഒരലംഭാവം പോലീസിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുവെന്ന് മനസ്സിലാക്കേണ്ടി വരുന്നു. തീർച്ചയായും അങ്ങനെ തന്നെയാണ്. പ്രധാനപ്പെട്ടത് ഈ ഛത്തീസ്ഗഡിൽ ഉണ്ടായിട്ടുള്ള കന്യാസ്ത്രീകൾക്ക് നേരെയുണ്ടായ ആക്രമണം. അതിന് നേരത്തെ FIR രജിസ്റ്റർ ചെയ്യാനോ പരാതി എടുക്കാനോ പോലീസ് തയ്യാറായിരുന്നില്ല. ബജ്റംഗ് ദൾ നേതാക്കൾക്കെതിരെ ഈ ആക്രമണത്തിനിരയായിട്ടുള്ള ആദിവാസി പെൺകുട്ടികളടക്കം പരാതിയുമായി രംഗത്തെത്തുകയും വനിതാ കമ്മീഷനെ അടക്കം സമീപിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. പക്ഷേ അപ്പോൾ ഈ പോലീസും കമ്മീഷനും അടക്കം മൗനം പാലിക്കുകയായിരുന്നു. സമാനമായ ആക്രമണം കഴിഞ്ഞ ആഴ്ചയിലും ഛത്തീസ്ഗഡിൽ ഉണ്ടായിരുന്നു. അതിനും പരാതി നൽകിയെങ്കിൽ പോലും പോലീസ് ഈ പ്രതികളെ സംരക്ഷിക്കുന്ന നിലപാടായിരുന്നു എടുത്തിരുന്നത്. അതേ നിലപാട് തന്നെയാണ് ഇപ്പോൾ രാജസ്ഥാനിലും തുടരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജയ്പൂരിലെ AG പ്രതാപ് നഗറിൽ ഉണ്ടായിട്ടുള്ള AG പള്ളിക്ക് നേരെ ഉണ്ടായിട്ടുള്ള ആക്രമണത്തിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. പക്ഷേ തുടർ നടപടികൾ ഇതുവരെയും എടുത്തിട്ടില്ല. കടുത്ത നിയമ പോരാട്ടത്തിലേക്ക് കടക്കാൻ തന്നെയാണ് മലയാളി പാസ്റ്റർ അടക്കമുള്ള ആളുകളുടെ നീക്കം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ന്യൂനപക്ഷങ്ങളെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങളാണ് കേന്ദ്ര സർക്കാർ
സർക്കാർ നടത്തുന്നതെന്ന് മോദി അടക്കം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെയും പ്രസ്താവന ഇറക്കുകയുണ്ടായി. പ്രത്യേകിച്ചും മണിപ്പൂരിലടക്കമുള്ള സന്ദർശന വേളകളിൽ അത്തരം അവകാശവാദങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നു. പക്ഷേ ഈ ഘട്ടത്തിൽ പോലും മറ്റു സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും രാജസ്ഥാന്, ഹിമാചൽ പ്രദേശ്, അതോടൊപ്പം UP, ഹരിയാന, ഛത്തീസ്ഗഡ് തുടങ്ങിയിട്ടുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് മേൽ വലിയ ആക്രമണം തന്നെയാണ് ബജ്രംഗ് ദൾ വിഭാഗവും അതോടൊപ്പം സംഘ് പരിവാറും കൈക്കൊള്ളുന്നത്. ശരി, റഷീദാണ് വിവരങ്ങൾ നൽകിയത് രാജസ്ഥാനിൽ.